നമ്മൾ പഠിക്കാൻ പോകുന്ന സ്റ്റിച്ചിൻ്റെ പേര് ഹാഫ് ഡബിൾ ക്രോഷ്യ എന്നാണ്. അപ്പോൾ അതിന് വേണ്ടി കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്ത പോലെ തന്നെ ചെയിൻ 1 ചെയ്യുക, നേരെ ടേൺ ഓവർ ചെയ്തു. എന്നിട്ട് ഈ ഫസ്റ്റ് ചെയിൻ സ്കിപ്പ് ചെയ്യുക. രണ്ടാമത്തെ ചെയിനിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതിനു വേണ്ടി ആദ്യം തന്നെ ഇതുപോലെ നീഡിൽ യാനിനെ ചുറ്റിയെടുക്കുക. നെക്സ്റ്റ് ചെയിൻ 1 ഇതിലൂടെ ഇതേപോലെ യാനിനെ നേരെ എന്ത് ചെയ്യുക, ടോപ്പിക്ക് കൊണ്ടുവരിക. ഇപ്പം നമ്മുടെ നീഡിൽ 3 യാൻ ഉണ്ടാവും, കണ്ടില്ലേ? ഈ 3 യാനിൻ്റെയും ഉള്ളിലൂടെ നമ്മുടെ ത്രെഡിനെ ഇതേപോലെ യാൻ ഓവർ ചെയ്തെടുക്കാം, കണ്ടില്ലേ? ഒന്നുകൂടെ കാണിക്കാം. യാൻ ഓവർ ചെയ്യുക. നെക്സ്റ്റ് ചെയിനിൻ്റെ ഉള്ളിലൂടെ ഈ 3 ലൂപ്പ് ഉണ്ടാവും. 3 ലൂപ്പിൻ്റെയും ഉള്ളിലൂടെ യാൻ ഓവർ ചെയ്ത് കൊടുക്കാം. ഈ സ്റ്റിച്ചിൻ്റെ പേരാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ കേട്ടോ. വീണ്ടും യാൻ ഓവർ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ചെയിനിൻ്റെ ഉള്ളിലൂടെ ഇടുക. 3 ലൂപ്പ് ഉണ്ടാവും. ഇനി നമുക്ക് മുഴുവനായിട്ടും ഇതേ പ്രൊസീജിയറിൽ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഞാനിത് ഇത്രയും ഭാഗം ചെയ്തു. ഇനി നമ്മളുടെ എൻഡ് പോർഷൻ വരെയാണ്, കണ്ടില്ലേ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെയാണ് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പോർഷൻ വരുന്നത്. യാൻ ഓവർ ചെയ്തു. എന്നിട്ട് നെക്സ്റ്റ് ചെയിൻ, ഈ ഒരു ചെയിൻ നിങ്ങൾ വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന വർക്കിൻ്റെ സൈഡ് പോർഷൻ ഷേപ്പ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എൻ്റെ ഏറ്റവും ലാസ്റ്റ് ചെയിൻ ഈ ഒരു പോർഷനിലാണ്. ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ചെയിൻ വരുന്നത് ഇവിടെയാണ്, കണ്ടോ? ഇതാണ് ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലാസ്റ്റ് ചെയിൻ അതിൻ്റെ ഉള്ളിലൂടെ യാൻ ഓവർ ചെയ്യുക. നേരെ മുകളിലേക്ക് വരിക, കണ്ടില്ലേ? 3 ലൂപ്സ് ഉണ്ട്. 3 ലൂപ്സിൻ്റെ ഉള്ളിലൂടെ ചെയ്തെടുത്തു. വേണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഹാഫ് ഡബിൾ ക്രോഷ്യയും ചെയ്തു. ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ചായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.